ഹായ് എവ്രി വൺ, വെൽക്കം ടു മോമലീഷ്യസ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ആൻഡ് ടേസ്റ്റി മസാല ദോശയാണ്. സോ വീഡിയോയിലോട്ട് പോവാം. അതിനായി 2 കപ്പ് അരി ഞാൻ രാവിലെ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നന്നായി ഊറ്റി വാർത്തി ഒരു മിക്സി ജാറിലോട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് മിക്സി ജാറിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഓവർ വെള്ളമൊന്നും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളും മെഷർമെൻറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് ഉഴുന്നാണ്. ഉഴുന്നും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആദ്യത്തെ ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു 1/2 കപ്പ് സാബുനരി, ഇതും ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് രണ്ടും അരച്ചെടുത്ത് ആദ്യത്തെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് 1 കപ്പ് അവിലാണ്. വൈറ്റ് അവിലാണെങ്കിൽ ഒന്നും കൂടെ പ്രിഫറബിൾ. ഇനി ബ്രൗൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അതും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ബാറ്ററിലോട്ട് മിക്സ് ചെയ്യാം. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പാത്രം വളരെ ചെറുതായിരുന്നു. ശേഷം ഉപ്പിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി ഒരു ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടും. ശേഷം കടുകിടാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നല്ല ജീരകം ഇടാം. നല്ല ജീരകം ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. നല്ല ജീരകത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഇത്രയാണ് കേട്ടോ ഞാൻ നല്ല ജീരകം എടുത്തത്. ശേഷം ഒരു 3-4 പച്ചമുളകും ഒരു വലിയ സവോളയാണ് ഞാൻ എടുത്തത്. ഇനി ചെറുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു പിടി കറിവേപ്പില. പിന്നെ ഇതൊക്കെ നന്നായി വാട്ടിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. പിന്നെ ഉള്ളി ഒന്ന് വാടി വരുന്നത് കണ്ടാൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഞാനിത് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചതാണ്. വേവിക്കുമ്പോൾ ഞാൻ ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടില്ല. ഇതും ആ ഫ്രൈയിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമുക്ക് ദോശൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കാനുള്ളൊരു രൂപത്തിലാണ് മസാല വേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട പിടിച്ച് നിൽക്കരുത്, നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉടച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഞാൻ ആക്കാൻ പോകുന്നത്. നന്നായി ഉടച്ചതിന് ശേഷം മല്ലിയില ഇട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ദോശ ഒഴിക്കാം. ദോശ ഒഴിക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് ആ ഒരു ദോശൻ്റെ ഒരു ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ദോശ ഒന്ന് 3/4 വേവ് ആവുമ്പോൾ ഒരു സൈഡിൽ മാത്രം മസാല തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ദോശയൊക്കെ റെഡിയായി. ഇത് ചട്നീൻ്റെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഇനി രണ്ടും ഇല്ലെങ്കിലും മസാല കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.